ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസ് ആ ഒരു കോണ്ടൻ്റാണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ടും വിചാരിക്കുന്നതായിരുന്നു അങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് ചെയ്യണം, അതുപോലെ വാട്ട്സ് ഇൻ മൈ ബാഗ് അങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസ് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ പെൻസിൽ കേസ്. ഇത് നിങ്ങൾ എൻ്റെ റീസെൻറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കുറച്ചായി വാങ്ങിച്ചിട്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് വാങ്ങിച്ച് കയ്യിൽ കിട്ടിയ അന്ന് തന്നെ ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ച അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോർഷനായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് അങ്ങനെ നീക്കി പോയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പെൻസിൽ കേസാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പെൻസിൽ കേസാണ്. പിന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, 350 എബോവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ്. കുഴപ്പമില്ല, പക്ഷേ എന്നാൽ കുറച്ച് കൂടുതലാണ്. എനിക്കങ്ങനെയായിട്ട് തോന്നിയത്. ചിലപ്പോൾ നോർമലായിരിക്കാം ഇതുപോലത്തെ പൗച്ചസിനൊക്കെ. ഞാനിപ്പോൾ കുറച്ചായി പൗച്ചസൊക്കെ വാങ്ങിയിട്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്തോ വാങ്ങിച്ചതായിരുന്നു, ഇപ്പോഴും യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ കാര്യമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് എത്തി നോക്കാത്തത് കൊണ്ടായിരിക്കാം അതിൻ്റെ പ്രൈസിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലെങ്കിൽ. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻസിൽ കേസ് ഓപ്പൺ ചെയ്താലുള്ളത്. അതൊക്കെ ഞാൻ പിന്നെ ഫസ്റ്റത്തെ ക്ലിപ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കോളേജിലേക്ക് 2 പൗച്ചസ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഒന്ന് ഇതും, പിന്നെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ മെലൺ തോന്നുന്നുണ്ട് അതും. അതിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിച്ചസിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാറ്. ഇതിൽ ഇതുപോലത്തെ പെൻസിൽ ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ഒരു പെൻസിലാണ് കേട്ടോ. അതിന് മുമ്പ് ഒരു വാഷി ടൈപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. വാഷി ടൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ബുക്ക് ഉണ്ട്, അതായത് നമ്മൾ സ്റ്റിക്കി നോട്ട് പോലെ യൂസ് ചെയ്യുന്ന ബുക്ക്, പക്ഷെ അതുമ്പോൾ ഗമ്മ് വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മെയിൻ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് ആ പേജസ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അവിടെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് വാഷി ടൈപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കാണിച്ചത് ഒരു മെക്കാനിക്കൽ പെൻസിൽ, നമ്മൾ ലെഡ് പെൻസിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒന്നായിരുന്നു. ഞാൻ അങ്ങനത്തെ പെൻസിലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. നോർമൽ പെൻസിലായിരുന്നു അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡിസൈനിങ് കോഴ്സിന് ചേർന്നതിന് ശേഷം സാറ് പറഞ്ഞ്, അതായത് ഡ്രോയിങ്ങിൻ്റെ സാറ് പറഞ്ഞ് നമ്മൾ അങ്ങനത്തെ പെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് ഒന്നുകൂടെ സുഖം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതുമൊക്കെയായി. പിന്നെ എനിക്ക് ഒന്നുകൂടെ യൂസ് ചെയ്യാനിപ്പോൾ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനത്തെ ലെഡ് പെൻസിലായതുകൊണ്ട് ഞാനിപ്പോൾ കാര്യമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് 2 ജെൽ പെൻസ് ആയിരുന്നു, നമ്മളെ ബോൾ പെൻസ് പോലെ തന്നെ അങ്ങനത്തെ ജെൽ പെൻസ്. ആ ഒരു വൈറ്റും പിന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ പ്രിൻറ്റിൽ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഹൈലൈറ്ററാണ്. ഇത് ടെക്സ്റ്റിൽ ചില വേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ചില ടേംസ് ഇങ്ങനത്തെ, അതായത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്ത്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്ത്, അങ്ങനത്തെ കുറേ ടേംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബൊട്ടീക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ, അങ്ങനെ കുറേ വേർഡ്സുകളൊക്കെ പലതൊന്നും ഡെറൈവ് ചെയ്തെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഉണ്ടാവും ബുക്കിൽ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ് എക്സാമിന്, അപ്പോൾ അതിന് വരും. പിന്നെ കാണിച്ചത് ഒരു ഹൈലൈറ്റർ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത കമ്പാർട്ട്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ബുക്ക് കണ്ടോ, ഈ ബുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചൊരു ബുക്കായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ കാലത്തിന് ശേഷം എവിടെ നിന്നൊക്കെയോ കിട്ടിയതായിരുന്നു, എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതിൽ കുറേ പേജസ് ഉണ്ട്, പക്ഷേ പശയല്ല, നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഇതുപോലെ വാഷി ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ആ ഒരു ബുക്ക്. പിന്നെ ഈ ഒരു സിസർ, അത് നമുക്ക് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ വരുന്നുണ്ട്. പാറ്റേണിൽ നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ ഡിസൈൻസ് അതായത് പാറ്റേൺസ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രൗൺ പേപ്പറിലാണ് അധികം ചെയ്യാറ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ, വലിയ സൈസ് ന്യൂസ് പേപ്പറിൽ, ചെറിയ സൈസ് ബ്രൗൺ പേപ്പർ റെക്കോർഡുകളെ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പേപ്പർ സിസർ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ളതാണ് അത്. പിന്നെ നമ്മൾ ഷിയേഴ്സ് യൂസ് ചെയ്യും, ലൈക്ക് ക്ലോത്ത് കട്ട് ചെയ്യുന്നതുണ്ടല്ലോ, അത് വേറെ വലുത് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് അത്. പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ, അതിൽ ഞാൻ വെള്ളം നിറച്ചിരിക്കുകയാണ്. ചില സമയത്ത് തിയറി ക്ലാസ്സിൽ ഉറക്കം വരും. എനിക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും വരും. കാരണം ഉച്ചയ്ക്ക് ശേഷം തിയറി ക്ലാസ് വരുന്നത് നല്ല രസമൊക്കെ തന്നെ തിയറി ക്ലാസ്, പക്ഷേ ചില സമയത്ത് ഉറക്കം വരും. അപ്പോൾ കണ്ണിൽ കടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതിനിടയിൽ കണ്ണിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രേ ചെയ്യാനുള്ള സാഹസികത എടുക്കുമ്പോഴേക്ക് നമ്മുടെ ഉറക്കമൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ അതിൽ ഞാൻ ഡോംസിൻ്റെ 2 ബ്രഷ് പെൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പിന്നെ കാൽക്കുലേറ്റർ നമുക്ക് ഇങ്ങനെ ഓരോ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അത്. പിന്നെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂളർ, ഷാർപ്പനറും അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലൗഡിൻ്റെ കട്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ടാപ്പ്,
നമുക്ക് ഡ്രസ്സിൻ്റെ അതായത് നമ്മൾ കട്ട് ചെയ്യാണ് ക്ലോത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊക്കെ മെഷർമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ നമുക്ക് ടാപ്പ് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ നോർമൽ റൂളർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഇതുണ്ടല്ലോ കറക്ഷൻ ടേപ്പ്. ഇത് കാര്യമായിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ പിന്നെ അതിൽ വെച്ചെന്നുള്ളൂ. അതായത് റെക്കോർഡ് എഴുതുമ്പോൾ, പാറ്റേണിൻ്റെ റെക്കോർഡ് എഴുതുമ്പോൾ അതിൽ ഇങ്ങനെ തെറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് തെറ്റൊന്നും വരാറില്ല, പക്ഷേ എപ്പോഴെങ്കിലും വന്നാലെന്ന് വിചാരിച്ചിട്ട് അതിൽ വെച്ചതാണ്. പിന്നെ അതിലൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ മിറർ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷേ ചില സമയത്ത് എവിടെയെങ്കിലൊക്കെ പോകാറുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ക്ലിപ്പ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്തതാണ് ഇവിടെ. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ പെൻസിൽ കേസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.